അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 6ാം ക്ലാസ് താരീഖ് 5ാം പാഠം വഫാത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ പാഠത്തിലൂടെ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നും തദ്രീബാത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്നും കൂടി മനസ്സിലാക്കാം. ആദ്യമായി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. വഫാത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 4 ഖലീഫമാരിൽ ഒരാൾ മാത്രമേ സ്വാഭാവിക മരണം വരിച്ചിട്ടുള്ളൂ. ബാക്കി 3 പേരും കൊല്ലപ്പെടുകയായിരുന്നു. ആരാണ് അവരിൽ സ്വാഭാവിക മരണം വരിച്ച ഖലീഫ എന്നറിയാമോ? അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. ഹിജ്റ 13 ജുമാദുൽ ഉഖറ 22-നായിരുന്നു അദ്ദേഹത്തിൻ്റെ വഫാത്ത്. 63 വയസ്സായിരുന്നു പ്രായം. മരണത്തിനു മുമ്പ് തന്നെ അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ 2ാം ഖലീഫയായി പ്രഖ്യാപിക്കുകയുണ്ടായി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്, സഈദ് ഇബ്നു സയ്യിദ്, ഉസൈദ് ഇബ്നു ഹുളൈർ റളിയല്ലാഹു അൻഹും തുടങ്ങിയ സ്വഹാബി പ്രമുഖരുമായി കൂടിയാലോചിച്ചായിരുന്നു ഈ തീരുമാനം. മരണത്തിനു മുമ്പായി അദ്ദേഹം താഴെ പറയുന്ന വസിയത്തുകൾ നൽകുകയുണ്ടായി. 1. ഭാര്യ അസ്മാ, മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം. 2. ഞാൻ ഉപയോഗിച്ച 2 വസ്ത്രങ്ങൾ കഴുകി അതിൽ കഫൻ ചെയ്യണം. 3. എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മറവ് ചെയ്യണം. 4. ഞാൻ ബൈത്തുൽ മാലിൽ നിന്ന് കൈപ്പറ്റിയ 6000 വെള്ളിക്ക് പകരമായി എൻ്റെ ഈത്തപ്പന തോട്ടം ബൈത്തുൽ മാലിലേക്ക് നൽകണം. 5. നാം പാൽ കുടിക്കുന്ന ഒട്ടകവും ഭക്ഷണം പാകം ചെയ്യുന്ന തളികയും ഉപയോഗിക്കുന്ന പുതപ്പും ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കണം. അദ്ദേഹം വഫാത്തായ ഉടനെ ഈ വസിയത്തുകളെല്ലാം പാലിക്കപ്പെട്ട് ഹുജറത്തു ഷരീഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിൻ്റെ അടുത്തായി നബിയുടെ ചുമലിനു നേരെ തല വരും വിധത്തിൽ ഖബർ തയ്യാറാക്കപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിനും മിമ്പറിനും ഇടയിൽ വെച്ചായിരുന്നു നിസ്കാരം. ജനാസ നിസ്കാരം കഴിഞ്ഞ് മയ്യത്ത് ഖബറിൻ്റെ അടുത്ത് വെച്ച് എല്ലാവരും ഒരു നിമിഷം മാറി നിന്നു. അപ്പോൾ ഖബർ ഷരീഫിൽ നിന്നും അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ആത്മമിത്രത്തെ ആത്മമിത്രത്തിനടുത്തേക്ക് കടത്തുക എന്ന് ആജ്ഞ കേട്ടു. അതോടെ അദ്ദേഹത്തെ അവിടെ മറവ് ചെയ്തു. ഇതാണ് പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠന പ്രവർത്തനം നോക്കാം. അത്തദ്രീബാത്ത്. പഠന പ്രവർത്തനത്തിൻ്റെ 1ാമത്തെ ഭാഗം ഉത്തരം പറയാം. ചോദ്യം 1. ഖലീഫമാരിൽ സ്വാഭാവിക മരണം ഉണ്ടായ ഏക ഖലീഫ ആര്? ഉത്തരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചോദ്യം 2. അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായത് എന്ന്? ഉത്തരം ഹിജ്റ 13 ജുമാദുൽ ഉഖറ 22-നായിരുന്നു അദ്ദേഹത്തിൻ്റെ വഫാത്ത്. ചോദ്യം 3. തൻ്റെ പിൻഗാമിയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരെയാണ് പ്രഖ്യാപിച്ചത്? ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹു. ചോദ്യം 4. പിൻഗാമിയുടെ കാര്യത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരോടെല്ലാമായിരുന്നു കൂടിയാലോചന നടത്തിയത്? ഉത്തരം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്, സഈദ് ഇബ്നു സയ്യിദ്, ഉസൈദ് ഇബ്നു ഹുളൈർ റളിയല്ലാഹു അൻഹും തുടങ്ങിയ സ്വഹാബി പ്രമുഖരുമായി കൂടിയാലോചിച്ചായിരുന്നു ഈ തീരുമാനം. ചോദ്യം 5. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഹുജറത്തു ഷരീഫയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിൻ്റെ അടുത്തായി നബിയുടെ ചുമലിന് നേരെ തലം വരുന്ന വിധത്തിലായിരുന്നു ഖബർ തയ്യാറാക്കപ്പെട്ടത്. ചോദ്യം 6. ജനാസ നിസ്കാരത്തിന് ആരായിരുന്നു നേതൃത്വം നൽകിയത്? ഉത്തരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചോദ്യം 7. എവിടെ വെച്ചായിരുന്നു ജനാസ നിസ്കാരം? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിനും മിമ്പറിനും ഇടയിൽ വെച്ചായിരുന്നു നിസ്കാരം. പഠന പ്രവർത്തനത്തിൻ്റെ 2ാമത്തെ ഭാഗം വിവരിക്കുക. 1.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വസിയത്തുകൾ. ഉത്തരം: 1. ഭാര്യ അസ്മാ, മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം. 2. ഞാൻ ഉപയോഗിച്ച 2 വസ്ത്രങ്ങൾ കഴുകി അതിൽ കഫൻ ചെയ്യണം. 3. എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മറവ് ചെയ്യണം. 4. ഞാൻ ബൈത്തുൽ മാലിൽ നിന്ന് കൈപ്പറ്റിയ 6000 വെള്ളിക്ക് പകരമായി എൻ്റെ ഈത്തപ്പന തോട്ടം ബൈത്തുൽ മാലിലേക്ക് നൽകണം. 5. നാം പാൽ കുടിക്കുന്ന ഒട്ടകവും ഭക്ഷണം പാകം ചെയ്യുന്ന തളികയും ഉപയോഗിക്കുന്ന പുതപ്പും ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കണം. ഇതായിരുന്നു വസിയത്തുകൾ. ചോദ്യം 2. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം മുതൽ മറവ് ചെയ്യൽ വരെയുള്ള ക്രമങ്ങൾ. ഉത്തരം: അദ്ദേഹം വഫാത്തായ ഉടനെ വസിയത്തുകളെല്ലാം പാലിക്കപ്പെട്ടു. ഹുജറത്തു ഷരീഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെ അടുത്തായി നബിയുടെ ചുമലിന് നേരെ തല വരും വിധത്തിൽ ഖബർ തയ്യാറാക്കപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിനും മിമ്പറിനും ഇടയിൽ വച്ചായിരുന്നു നിസ്കാരം. ജനാസ നിസ്കാരം കഴിഞ്ഞ് മയ്യത്ത് ഖബറിൻ്റെ അടുത്ത് വെച്ച് എല്ലാവരും ഒരു നിമിഷം മാറി നിന്നു. അപ്പോൾ ഖബർ ഷരീഫിൽ നിന്നും അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ആത്മമിത്രത്തെ ആത്മമിത്രത്തിനടുത്തേക്ക് കടത്തുക എന്ന ആജ്ഞ കേട്ടു. അതോടെ അദ്ദേഹത്തെ അവിടെ മറവ് ചെയ്തു. പഠന പ്രവർത്തനത്തിൻ്റെ 3ാമത്തെ ഭാഗം പൂരിപ്പിക്കാം. 1. ഭാര്യ ഡേഷ് മകൻ ഡേഷ് കുളിപ്പിക്കണം. അതിൻ്റെ പൂർണ്ണരൂപം: ഭാര്യ അസ്മാ, മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം. 2. അദ്ഖിലു ഡേഷ് ഇല ഡേഷ്. അതിൻ്റെ പൂർണ്ണരൂപം: അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. പാഠഭാഗങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങൾ അറബി മലയാളത്തിൽ തന്നെ നോട്ട് പുസ്തകത്തിൽ എഴുതി പഠിക്കുക. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു വസല്ലമ അലൻ നൂറിൽ മുബീൻ അഹ്മദൽ മുസ്തഫ സയ്യിദിൽ മുർസലീൻ. സ്വല്ലല്ലാഹു വസല്ലമ അലൻ നൂറിൽ മുബീൻ അഹ്മദൽ മുസ്തഫ സയ്യിദിൽ മുർസലീൻ. വഅലാ ആലിഹിം വസഹ്ബിഹി